എന്തു വേണം? കുറച്ച് വെള്ളം വേണം. ഇതല്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് വെള്ളം വേണം. ഇത് കണ്ടിട്ട് എന്റെ നാക്കിൽ വെള്ളമൊന്നും ഊറുന്നില്ല, എനിക്ക് കൊതിയുമില്ല. പക്ഷെ അപ്പുറത്ത് കുറെ മനുഷ്യരുണ്ട്, നേരത്തോട് നേരമായി അവരെന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട്. നിങ്ങൾ കുറച്ച് മനുഷ്യത്വം കാണിക്കണം. തനിക്കെന്ത് വേണം? എനിക്കും കുറച്ച് വെള്ളം വേണം, വേറൊന്നും വേണ്ട. ആന്റണി, പേരെ തട്ടിക്കഴിഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞതല്ലേ? ആര് പറഞ്ഞു? ശവം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഞാൻ കണ്ടതല്ലേ? താനൊന്ന് പോടും, എന്നിട്ട് പത്രത്തിൽ കണ്ടില്ലല്ലോ. പത്രത്തിൽ ഏതാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്? സാർ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ദയവായി നിങ്ങൾ എന്നെ ഒന്ന് വിട്. എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മുറിയിലും വേറെ കുറെ സാറന്മാർ ഇരിപ്പുണ്ട്, ബാക്കി അവരോട് പോയി ചോദിക്കേ. സാർ ഹൈജ ആയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഹൈജാക്കാണിത്. സാർ ഇതിൽ വിജയിക്കുമോ? എനിക്കറിയില്ല. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാലേ, എന്നാ പിന്നെ എന്തെങ്കിലും അറിയാവുന്ന ഒരാളിനെ പിടിച്ചിട്ട് ഇരുത്ത്. എന്നാ താങ്കൾ ഇരടോ, പത്രക്കാരാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസം ചോദിക്കാം. സ്ഥലം കണ്ടുപിടിച്ചോ? ഇല്ലെന്ന കാര്യം പറഞ്ഞില്ലേ? സർ, നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം. ചില അത്യാവശ്യ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താ സാർ അത്യാവശ്യം? ഞങ്ങൾ കൂടെ കേക്കട്ടെ. നിങ്ങൾ പുറത്തു പോകണം. പ്ലീസ് ഗോ ഔട്ട്. പ്ലീസ് ഗോ ഔട്ട് ഐ സേ. പ്ലീസ് ഗോ. സാർ ചുമ്മാ ഒരു ഫോട്ടോ. രാജു സാറേ, അമ്മായിയപ്പൻ ഐ ജി ആണെന്നറിയാം. സാറിന്റെ കയ്യിൽ അധികാരം ഉണ്ടെങ്കിലേ ചെങ്കോല് ഞങ്ങളുടെ കയ്യിലാ. ഓടാ. സാർ, ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. എവിടെ? വയർലെസ് റൂമിൽ. ഹലോ 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 ഹലോ, ചാൾസ് മേനോൻ ഹിയർ. മിസ്റ്റർ മേനോൻ, എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. തടവുകാരെ നിങ്ങൾ വിട്ടയക്കണം, പോലീസിനെ നിങ്ങൾ കീഴടങ്ങണം. നിങ്ങൾക്ക് മാപ്പ് തരുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിക്കും. ആർക്ക് വേണം നിങ്ങളുടെ മാപ്പ്? മിസ്റ്റർ മേനോൻ, ടേംസ് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യും, അത് നിങ്ങൾ അനുസരിക്കും. അനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങാം. അവിവേകമൊന്നും കാണിക്കരുത് ചാൾസ്. തടവുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. എന്നോട് ഭീഷണിയോ? എടോ DIG, തന്റെ ഉമ്മാക്ക് എന്റെ അടുത്ത് ചെലവാകില്ല. താനൊരു മാന്യനായതുകൊണ്ടാ 24 മണിക്കൂർ സമയം തന്നത്. നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. 3-4 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ അനുഭവം നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ പഠിക്കും. ചാൾസ്, അരുത്, അവരെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഹോം മിനിസ്റ്റർ മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എങ്കിലും തന്റെ ഡിമാൻഡ്സ് ഒന്നും ഞങ്ങളുടെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല. ഗോൾഡിന്റെയും ഡോളറിന്റെയും കാര്യമൊക്കെ തീരുമാനിക്കുന്നത് റിസർവ് ബാങ്കും സെൻട്രൽ ഗവൺമെന്റുമാണ്. പിന്നെ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇൻവോൾവ് ആയതുകൊണ്ട് ഇതിൽ പല ഉന്നതന്മാരും ഇടപെടേണ്ടതുണ്ട്. ഞങ്ങൾ അവരുമായി സമ്പർക്കം പുലർത്താനുള്ള ശ്രമത്തിലാണ്. കൂടാതെ CM സ്ഥലത്തില്ല. നാളെ അദ്ദേഹം സ്ഥലത്തെത്തുന്നവരെങ്കിലും ചാൾസിന്റെ ഭാഗത്ത് അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത്. ഹലോ ഹലോ ഹലോ. കട്ടായി പോയതാണോ സാർ? അല്ല, കട്ട് ചെയ്തതാ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ലേ ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞത്? രണ്ടും കൽപ്പിച്ച് ഇന്ന് രാത്രി നമുക്ക് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ എന്താ?
അത് വലിയ റിസ്ക് ആയിരിക്കും സർ. തടവുകാർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചാൾസും കൂട്ടരും വാച്ച് ചെയ്യുന്നത് പിവറ്റൽ പോയിന്റുകളിൽ നിന്നാണ്. ദൂരെ നിന്നുള്ള ഏത് മൂവ്മെന്റ്സും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ദേ വിൽ ബിക്കം അലർട്ട്. സോ ദി വാട്ട്സ് ആർ അഗൈൻസ്റ്റ് us. കൂടാതെ ബിൽഡിംഗിന്റെ അപ്രോച്ച് റോഡിലും പരിസരത്തും എക്സ്പ്ലോസീവ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിമോട്ട് കൺട്രോൾ ചാൾസിന്റെ കയ്യിലും. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്ന കാര്യം വളരെ പ്രയാസമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങണോ? അതേതായാലും വേണ്ട സർ. ചാൾസിന്റെ വാക്കിൽ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അയാൾ ഒരു അവിവേകത്തിന് മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. CM നാളെ എത്തുമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുവരെ അയാൾ ക്ഷമിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ അതിനിടയിൽ മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം സർ. ഞാൻ വരട്ടെ. ഇപ്പോൾ രക്ഷപ്പെടണം. ഇനി ഇതിനൊരവസരം കിട്ടിയെന്ന് വരില്ല. സ്വയം നഷ്ടം വരുത്തി നമ്മളെ രക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമെന്ന് താൻ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റേ. ഒന്നുകിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ പട്ടിയെപ്പോലെ വെടിവെച്ചു കൊല്ലും. വൈശാഖിന് ഭാര്യയെ കാണണ്ടേ? വേണം. എങ്കിൽ വരും. എന്തിനാ വൈശാഖ ഈ അവിവേകം കാണിച്ചത്? ഞാൻ എന്റെ ലക്ഷ്മി അവളെ എന്റെ ലക്ഷ്മി അവളെ കാണാൻ ബാലകൃഷ്ണനോടെ ബാലകൃഷ്ണൻ സാർ ബാലകൃഷ്ണൻ സാർ ഹലോ DIG സാറല്ലേ? ചാൾസ്, രാത്രിയിൽ ഡിസ്റ്റർബ് ചെയ്തതിൽ ക്ഷമിക്കണം. ഒരു നിമിഷം ഫോൺ താഴേക്ക് വെക്കുക, എന്നിട്ട് വാതിൽ തുറന്ന് നോക്കുക.
ഹലോ. കണ്ടില്ലേ, ഇപ്പോൾ ബോധ്യമായല്ലോ. ഇതൊരു തുടക്കം മാത്രം. വീണ്ടും 24 മണിക്കൂർ സമയം തരുന്നു. അതിനുള്ളിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ബൈ. ഹലോ. ആദ്യം രാംസിംഗ്, ഇപ്പൊ ബാലകൃഷ്ണൻ, 2 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ മാറും. നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു ഓപ്പറേഷൻ ഉണ്ടായാൽ മുമ്പ് മേനം പറഞ്ഞതുപോലെ ഇരുഭാഗത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. ഒരു ബോട്ടോ 4 കള്ളന്മാരോ വലിയ പ്രോബ്ലം ഒന്നുമല്ല. പിന്നെ 5 കോടിയുടെ കാര്യമല്ലേ, നമുക്ക് ഡൽഹിയെ കൺവിൻസ് ചെയ്യേണ്ടി വരും. ഞാൻ കുറച്ചു മുമ്പ് CM-മായി സംസാരിച്ചപ്പോ കേന്ദ്രമന്ത്രി കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് വേറെ ഒരു മാർഗവുമില്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ ഡിമാൻഡ്സിന് വഴങ്ങിക്കൊടുക്കുക. എനിക്കതിനോട് യോജിപ്പില്ല. നമ്മളൊരു കീഴ്വഴക്കമുണ്ടാക്കിയാൽ നാളെ അത് വീണ്ടും ആവർത്തിച്ചെന്ന് വരും. ഇന്ന് 4 മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ കാര്യത്തിലാണ് സംഭവിച്ചത്. നാളെ ചിലപ്പോൾ ഒരു കൊലപാതകയ്ക്ക് വേണ്ടിയായിരിക്കും. നമുക്കുണ്ടാകുന്ന ഒരു പരാജയം പല ഭീകരന്മാർക്കും ഒരു പ്രചോദനമാകും. ടു ബി വെരി ഫ്രാങ്ക്, 1% പോലും എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇതൊരു പരാജയമാണ്, കീഴടങ്ങലാണ്. നെവർ, ഒരിക്കലുമല്ല. ഒരു വിട്ടുവീഴ്ച, അതും ആർക്ക് വേണ്ടി? നിരപരാധികളായ ഒരു പറ്റം മനുഷ്യർക്ക് വേണ്ടി. ആ ഭീകരന്മാർക്ക് മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോ നമുക്കെന്താ വേറൊരു പോംവഴി? ഇല്ല സാർ, അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഇതൊരു പരാജയമോ കീഴടങ്ങലോ അല്ല. ഈ വിട്ടുവീഴ്ചയെ ആരും ദുർവ്യാഖ്യാനിക്കുമില്ല. കൂടാതെ തടവുകാരെ വിട്ടുകിട്ടിയാൽ ഉടൻ സമർത്ഥമായി അവർക്കെതിരെ ഒരു കെണിയൊരുക്കുക, സർവശക്തിയും ഉപയോഗിച്ച് അവരെ എതിർക്കുക. ഈവൻ ഇഫ് വി ഹാവ് ടു കിൽ ദം. സാറിന് തെറ്റുപറ്റി. വളരെ സമർത്ഥമായിട്ടാണ് ഈ ഗ്രൂപ്പ് കിഡ്നാപ്പിംഗ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുക്കുന്ന കെണിയിൽ വീഴാൻ മാത്രം മണ്ടനല്ല ചാൾസ്. അയാൾ രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. ഇതിങ്ങനെ ഒരു തീരുമാനമാകാതെ നീണ്ടുപോയാൽ? പല രാജ്യങ്ങളിലും ഇതിലും ദുർഘടമായ സാഹചര്യങ്ങളിൽ ഹോസ്റ്റേജസിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇതിലും വലിയ ഭീകരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ അതൊന്നും സ്റ്റേറ്റ് അറ്റാക്കുകളായിരുന്നില്ല, കമാൻഡോ ഓപ്പറേഷൻസ് ആയിരുന്നു എന്ന് മാത്രം. ശരിയായിരിക്കാം, പക്ഷെ നമ്മുടെ ഫോഴ്സിൽ അതിനെ പറ്റിയ ആളുകളുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നില്ല. വേണമെങ്കിൽ അയാളുടെ സേവനം നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ആരാണ് അയാൾ? Who the hell is he?